ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് ആര് കണ്ടാലും ഇഷ്ടപ്പെടും. അത് അങ്ങനെ ഹൈവേ സൈഡില് ബസ് റൂട്ടിൽ നിന്ന് നേരെ കയറണ നമ്മുടെ പ്രോപ്പർട്ടിയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു വീട്. 84 സെന്റ് സ്ഥലവും സൂപ്പർ ഒരു വീടും. എല്ലാവരും അപ്പൊ ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്. എല്ലാവരും ലൈക്ക് അടിക്കുന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. കണ്ട, ഇഷ്ടം പോലെ തെങ്ങ്, മാവ്, പ്ലാവ്, ഇല്ലാത്ത ഐറ്റംസ് ഇല്ല. എല്ലാം കായ്ച്ചു നിൽക്കുന്ന തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ മാവുണ്ട്. പിടിച്ചാൽ കിട്ടാത്ത വണ്ണത്തിലുള്ള തേക്ക് വാഞ്ഞിലേക്കാണ് ഇതിൻ്റെ അത് നിൽക്കണം. അത്രയും വണ്ണമുണ്ട്. തേക്കിന്റെ ഒക്കെ വണ്ണം കണ്ടോടും. അകത്തോട്ടൊക്കെ കയറുമ്പോ കാണിച്ചു തരാം. അല്ല, വലിയ വലിയ തേക്കും അതേപോലെ തന്നെ ആഞ്ഞിലി ഒക്കെയാണ് ഈ പറമ്പിൽ നിൽക്കണം. മാവ്, സപ്പോട്ട, മംഗോസ്തി, അങ്ങനെ എല്ലാ ഐറ്റംസുള്ള സൂപ്പർ ഒരു വീടാണ് ട്ടാ. അതും കാണാൻ ഇത് ഭംഗിയാന്ന് പറയും. വീടിന്റെ അകമൊക്കെ നിങ്ങളൊന്ന് കാണണം. എല്ലാ റൂമും AC ആണ്. അത് ഇവിടെ താമസിക്കാൻ അവര് US സെറ്റിലായി. അപ്പൊ അത് കാരണം ഈ പകുതി വിലക്ക് ഇത് കൊടുത്തിട്ട് പോണത്. വെറും പകുതി വിലക്കാണ്. കാരണം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീട് വെറും പകുതി വിലക്ക് കൊടുത്തിട്ട് അവർ പോണേന്. ഇപ്പൊ ഈ പറയണ വില അതിന് നെഗോഷ്യബിൾ ആണ്. അതിലും കുറച്ച് തരുവര്. കാരണം അവർക്ക് ഇത് അത്യാവശ്യം, കാരണം നോക്കാനൊന്നും ആളില്ല. അപ്പൊ അത് കാരണം അവർ കൊടുത്തിട്ട് പോണേ. ഈ വീടിന്റെ ലുക്ക് കണ്ടോ. രണ്ട് സൈഡിൽ കൂടിയും കയറാം. അതിനെ ആർച്ച് പോലെ വഴി സെറ്റ് ചെയ്തിട്ടേങ്ങനെയാണ്. അപ്പൊ ഒരു സൈഡിൽ കൂടി കയറാം, ഒരു സൈഡിൽ കൂടി ഇറങ്ങിപ്പോവാ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം അതിന്റെ സെന്ററിലൊക്കെ മാവൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സൂപ്പർ മാവും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. വീടിന്റെ ഒരു ലുക്ക് തന്നെ കണ്ടോട്ടാ. വേറെ പെട്ട ലുക്കാണ് വീട്. എല്ലാ സൗകര്യവും അടുത്തുണ്ടെന്നുള്ളതാണ്. കാർ പോർച്ച് ഇഷ്ടം പോലെ വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം. 84 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അതും ഫുൾ CCTV കവറിങ് മൊത്തം. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അവിടുന്ന് വെയിലടിക്കാതെ ഇത്തിരി ബ്ലറായി പോയത് കണ്ട. എല്ലാവിധ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റ് ആക്കിയിരിക്കുന്ന ഒരു വീട്. ഞാനിപ്പോ അങ്ങനെ കയറി നിങ്ങളെല്ലാം കാണിച്ചു തരാം. കാരണം ഈ വീട് കാണാനുണ്ട്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. നമുക്ക് കയറി താമസിക്കുക, ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ലെന്നുള്ളതാണ്. ഇതിപ്പോ ഇത്രയും കോമൺ. ഇതിന്റെ ബാക്കിലോട്ട് സ്ഥലമുണ്ട്. നമുക്ക് സ്റ്റെപ്പ് വഴി കയറി ബാക്കിലോട്ട് ഞാൻ പോയി കാണിച്ചിട്ടുണ്ട്. മംഗോസി കാണാം. എത്ര മംഗോസിയാണ് നിൽക്കണേന്ന് നോക്കി. വീടിന്റെ ബാക്കിലൊക്കെ കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുല്ലൊക്കെ വീട് ഇങ്ങനെ കിടക്കാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാനാവില്ല. കാരണം അവര് അവിടെ സെറ്റിലായി. അപ്പൊ പിന്നെ അവര് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അത് കാരണം ഇങ്ങനെ ഇത് കൊടുക്കണം. കണ്ട, ഈ നേരെ കാണുന്ന തേക്കിന്റെ ഒക്കെ വണ്ണം കണ്ട. ഇപ്പൊ ക്യാമറയിൽ ഇങ്ങനെ കാണുകൊണ്ടാണ്. നമ്മൾ വല്ലക്ക് വട്ടം പിടിച്ചാൽ കിട്ടൂല. അതേപോലെ തന്നെ ഇഷ്ടം പോലെ തൊട്ടപ്പുറത്തൊക്കെ നിപ്പുണ്ട്. ആഞ്ഞിലി ഉണ്ട്. ആഞ്ഞിലിയുടെ അപ്പുറത്തേക്കൊക്കെ ഭയങ്കര വണ്ണമുള്ള ആഞ്ഞിലി. ഇഷ്ടം പോലെ തേക്കാണ് ഇതിന്റെ നട്ടുപിടിപ്പിച്ചേക്കണം. കംപ്ലീറ്റ് തേക്ക് നട്ടുപിടിക്കണം. ഈ കാണുന്ന മുഴുവൻ തേക്കാണ്. തേക്ക് മുഴുവൻ നട്ടുപിടിപ്പിച്ചേക്കണം. കാരണം ഈ പറമ്പിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ലാണ്ട് തേക്കും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റ് ആക്കിയേക്കണ ഒരു വീട്. അവിടെ പടിഞ്ഞാറ് നിങ്ങൾ വെയിലടിക്കണാറാണ് ആ ബ്ലറിങ് ആണ്. നിങ്ങൾ നേരിട്ട് വന്ന് കാണാൻ. അവിടെ വെയിലടിക്കുമ്പോ ക്യാമറയിലോട്ട് അടിക്കുമ്പോ ഇതായി വീടിന്റെ അകത്തെ കാഴ്ചയിലാണ് നമുക്ക്. വീടിന്റെ സിറ്റ് ഔട്ടൊക്കെ കണ്ട. കംപ്ലീറ്റ് പക്ക ഫിനിഷിങ് തന്നെ, പക്ക ഫിനിഷിങ്. വാതിലും കാര്യങ്ങളൊക്കെ കണ്ട ഒക്കെ തേക്കാണ്. ഇതിന്റെ ലിവിങ് ഏരിയയുടെ ഒരു സെറ്റപ്പ് ആണ് ഇവിടെ. വാതിലൊക്കെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിരിക്കുന്ന ഒരു വീട്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ. കയറി വരുമ്പോൾ ലിവിങ് ഏരിയയാണ് നിങ്ങൾ കാണുന്നത്. ഒരു കംപ്ലൈന്റും ഇല്ലാതെ വീട്. ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളും ഒന്നും ബാക്കിയില്ല. തൊട്ടിപ്പുറത്ത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. 2 സ്റ്റെപ്പ് മുകളിലോട്ട് കയറണം. ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. നിങ്ങളുടെ വാഷ് ബേസിൻ, കൗണ്ടർ കാര്യങ്ങൾ. അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ആണ്, നല്ല ഏരിയയാണ്. 4000 ചില സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. TV അങ്ങനെ ഫുൾ CCTV വിഷ്വലി. വീടിന്റെ ചുറ്റിനുള്ള നമുക്ക് വീട്ടിലിരുന്ന് കാണാം, മൊബൈലിൽ കാണാം. ഇത് നിങ്ങളുടെ കിച്ചണിലോട്ടാണ്. ഇത് ഒരു എന്താ പറയുക, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു കിച്ചൺ. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ. അവിടെ നിന്ന് വെയിലടിക്കണ കാരണം ഒരു ചെറിയൊരു ബ്ലറിങ് ഉള്ളത്.
ഉണ്ടോ? അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ. ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഭരണങ്ങാനം ഉണ്ടോ? ഭരണങ്ങാനം പള്ളിയോളം ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് ഈരാറ്റുപേട്ട റൂട്ടിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. കാരണം 84 സെന്റ് സ്ഥലം, റോഡ് സൈഡിൽ 4000 ചില സ്ക്വയർ ഫീറ്റ് വീട് കണ്ട്. ഇത് തീ കത്തിക്കണ അടുപ്പ് കാര്യങ്ങൾ ഒരു 3 CR ആണ് ചോദിക്കണമെങ്കിലും അത് നെഗോഷ്യബിൾ ആണ്. ഇനി താഴത്തെ നിലയിൽ ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതും എല്ലാം AC ബെഡ്റൂം, എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ നീറ്റിങ്ങാണ് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാത്റൂമിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കിടന്ന് കുളിക്കുക, അങ്ങനെ എല്ലാം ചെയ്യാം. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീടാണിത്. 3 ഫേസ് കണക്ഷൻ ആണ്. 3 ഫേസ് കണക്ഷൻ ആണുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ള. എല്ലാ റൂമും AC ആണ്. എല്ലാം അടക്കണം. ഫുൾ ഫർണിച്ചർ അടക്കണം ഈ വീട് സെയിലി. ഇവിടെയും നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ, ഇനി കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വേറെ ലുക്കാണ്. അതിന്റെ ബാത്റൂം ഞാൻ വേറെ സ്പീഡിൽ ഇങ്ങനെ കാണിച്ചു പോണേന്. കാരണം ഒരുപാട് ഏരിയ ഉള്ളതാണേ, പെട്ടെന്ന് കാണിച്ചിങ്ങനെ പോണേന്. നമുക്ക് ഇത് മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ കാണാം. എല്ലാനും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതാണ് സ്റ്റെയർ കേസിനൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തേക്കണം. മുകളിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മളെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടാ. കാരണം മുകളിലോട്ട് കയറി വരുമ്പോൾ ബാൽക്കണിയാണ് ഫസ്റ്റ് കാണുന്ന ബാൽക്കണി. ഇവിടെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഉണ്ടാവും. ഇവിടെ വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണിത്. നല്ല ഗ്രേ കളറ് ഓടൊക്കെ വിരിച്ച് നല്ല സെറ്റപ്പ് ഒരു വീട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം പോയി കാണാം. ഈ ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാവരും. കാരണം 4000 സ്ക്വയർ ഫീറ്റ് നമ്മൾ എല്ലാ റൂമും AC ആണ്. ഇതൊന്നും അവർ എടുക്കണില്ല, എല്ലാം അടക്കണം. ഫുൾ ഫർണിച്ചർ അടക്കണം അവർ തന്നെ. ഇത് ഈ റൂമിന്റെ ബാൽക്കണി ബാൽക്കണി എന്നുള്ള വ്യൂ ഉണ്ടോ? 2 സൈഡിൽ കൂടി വണ്ടി കയറി വരും. പൊക്കത്താണ് വീട്ടിരിക്കണം. ഇവിടുത്തെ ബാൽക്കണി. അവിടെ തന്നെ ഒരു മാവ് നിൽപ്പുണ്ട്. മാങ്ങയൊക്കെ ഉണ്ട്. മാവ് പൂത്തേക്കുണ്ട്. ഇവ കൈ കൊണ്ട് പറിക്കാം നമുക്ക് മാങ്ങയൊക്കെ. അത്രയും സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. ഇനി നമുക്ക് ഇത് ബാത്റൂം കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ, കാരണം എല്ലാവരും ഒരേ സെറ്റപ്പിലുള്ളതാണ്. ഇനി ഇതിന്റെ ബാത്റൂം, ഇതിനും ബാത്ടബ് ഉണ്ട്. ഈ ഒരു സൈഡിലത്തെ 2 താഴത്തെ നിലയിലും ഉണ്ട്, മുകളിലത്തെ നിലയിലും ബാത്ടബുകളാണ്. ഇനി അടുത്തത് പോയി കാണാം. ഇനി മുകളിലത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ്. എല്ലാവരും നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ഇത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ വീടാണിത്. കാരണം ഇതൊക്കെ ഇതിൽ ഇഷ്ടികയും മണലും ഉപയോഗിച്ച് പണിതേക്കണ വീടാണ്. അത്രയും സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കണം. കാരണം പഴയ പണിയല്ലേ, ഒരു കംപ്ലൈന്റ്, ഒരു പൊട്ടല ചീറ്റില ഒന്നുമില്ലാത്ത വീട്. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ വീട് അനങ്ങൂലെന്നാ പറയുന്നത്. അതേകൂട്ടാണ് ഇതിന്റെ വർക്ക് ഫിനിഷ് ചെയ്തേക്കണം. ഇനി ഇതിന്റെ ബാക്കില് ഒരു ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാനും കാര്യങ്ങൾക്കുള്ള ഉള്ള സെറ്റപ്പാണ്. അതിന് ഗ്രില്ലും എല്ലാരും വെച്ചിട്ടുണ്ട്. വാതിലുണ്ട്. താഴത്താണെങ്കിൽ ഷീറ്റ് ഇട്ടേക്കണാണ്, റബ്ബറിന്റെ ഷീറ്റ് ഇട്ടേക്കണാണ്. മുകളില് ഡ്രസ് വർക്കൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ടേക്കണം. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാം. എന്താ മംഗോസ്തിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ കമ്പനിയാണ്. ആ നിൽക്കുന്ന കംപ്ലീറ്റ് തേക്കാണ്. തേക്ക് നട്ടിട്ട് ഈ വീട് ഇഷ്ടമായാൽ എല്ലാവരും